ഹലോ ഗൈസ്, ചെമ്പനീർപ്പൂവിൽ ചന്ദ്രമതിക്ക് ഇതിലും വലിയ അടി ഇനി തിരിച്ച് കിട്ടാനില്ല അല്ലേ കൂട്ടുകാർ? ഇത്രയും നാളും തലയെ കയറ്റി വെച്ചിരുന്ന മൂത്ത മകൻ ഏറ്റവും വലിയ അലമ്പായതിൻ്റെ എല്ലാ സങ്കടവും നമ്മുടെ ചന്ദ്രമതിക്ക് ഇന്ന് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ഗതികെട്ടൊരു പണിയാണ് പിച്ചതണ്ടൽ അല്ലേ. ആ ഒരു പിച്ചതണ്ടലിൽ നിന്ന് നമ്മുടെ സച്ചിൻ രേവതിയും കൂടി സുധിയെ കയ്യോടെ പൊക്കി നമ്മുടെ ചന്ദ്രോദയം വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ആദ്യമൊന്നും ആളെ മനസ്സിലാവുന്നില്ല. ഈ കണ്ട പിച്ചക്കാരെയൊക്കെ എന്തിനാണ് എൻ്റെ വീട്ടിൽ കയറിയിരിക്കുന്നത്, ഇറങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധി ആട്ടി വിടുക. നമ്മുടെ ചന്ദ്രമതിക്ക് മനസ്സിലായില്ല കേട്ടോ ആദ്യം. പിന്നെയാണ് നമ്മുടെ സുധി അമ്മേ ഇത് ഞാനാമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി ആകെ തലയിൽ കൈയും കൊടുത്തിരിക്കുക. ഇത്രയും മാത്രം ഡിഗ്രികളുള്ള മകനാണ് ഇപ്പോൾ ഭിക്ഷ തണ്ടാൻ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമൊക്കെ ആകുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ സുധിക്കാണെങ്കിൽ ആ ലണ്ടനിൽ പോകണം, രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ മനസ്സിലിങ്ങനെ കയറി കൂടിയിരിക്കുകയാണ്. ഇനി അവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഇനി അതിനുള്ള പൈസ കൊടുക്കാൻ വേണ്ടി ഇനി അച്ഛൻ നമ്മുടെ സുധിയുടെ ഈ ഒരു വേഷം കെട്ടൊക്കെ കണ്ടിട്ട് ആ വീടിൻ്റെ ആധാരം വീണ്ടും കൊണ്ടേ പണയം വെച്ച് സുധീനെ ഇനി പുറത്തേക്ക് വിടുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടതല്ല. എന്തായാലും കാത്തിരുന്നതന്നെ കാണാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സച്ചി വന്ന് ആ റോഷനെ അടിച്ച കാര്യമൊക്കെ. അപ്പം എന്തായാലും വർഷ പിന്നെയും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒതുക്കി തീർത്ത് തിരികെ നമ്മുടെ ശ്രീകാന്തിനെ കൊണ്ട് ചന്ദ്രോദയം വീട്ടിലേക്ക് കയറാനും പോകുന്നുണ്ട്. അപ്പം എന്തായാലും ചന്ദ്രോദയം വീടാകെ ഇപ്പം തകർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ കൂടിയും കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും വന്ന് അവിടെ ഒരു വെളിച്ചം തൂകുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.